പരിചിതമില്ലാത്ത നമ്പറിൽ നിന്നും വീണ്ടും കോള് വന്നതും കോള് കട്ടാക്കി ബെഡിലിട്ടിട്ട് അർച്ചന കുളിക്കാൻ കയറി. വൈകുന്നേരത്തെ ഫുഡ് റെഡിയാക്കിയ ശേഷം അർച്ചനയെ കഴിക്കാൻ വിളിക്കാൻ റൂമിലേക്ക് വരുമ്പോൾ സൂര്യ കണ്ടു അർച്ചനയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത്. ഇവൾക്ക് ഈ ഫോൺ എടുത്തൂടെ എന്നും പറഞ്ഞ് ആ ഫോൺ സൂര്യ എടുക്കാൻ കോള് കട്ടായി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി ആള് നീരാട്ടിലാണെന്ന്. സൂര്യയുടെ കയ്യിലിരുന്ന വീണ്ടും ഫോൺ റിങ് ആയപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ, ആരാ? ഞാൻ അനിരുദ്ധ്, ഒരു പാവം പോലീസ് ഓഫീസറാണ്. അത് കേട്ടതും സൂര്യ വെപ്രാളത്തിൽ ഫോൺ മാറ്റി. മറു സൈഡ് റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് അനിരുദ്ധ് ഹലോ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. സൂര്യ ഫോണും കൊണ്ട് ബാത്റൂമിൻ്റെ മുന്നിൽ വന്ന് ശക്തിയായി തട്ടാൻ തുടങ്ങി. ഏറെ നേരത്തെ തുടർച്ചയായ ഡോറിലിടിച്ചുള്ള സൗണ്ട് കേട്ട് അർച്ചന ദേഷ്യത്തിൽ ഡോറ് തുറന്നു. നിന്റെ ആരെയും ചത്തോടി ഇങ്ങനെ കിടന്ന് തട്ടാൻ? അത് നീ ഫോണിലുള്ള ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അത്രയും പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് അവളെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. അർച്ചന ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ചോദിച്ചു, ഹലോ, ആരാ? എന്തു വേണം? നിന്നെ വേണം, തരുമോ? അനിരുദ്ധ ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു. ഫ, നിർത്തടാ, നീ ആരെന്ന് കരുതിയടാ എൻ്റെ ഫോണിൽ വിളിച്ച് വൃത്തികേട് പറയുന്നേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ, ശരിക്കാരെന്ന് അറിയിച്ചു തരുമെങ്കിൽ. അത് കേട്ടതും അർച്ചനയ്ക്ക് കലിയിളകി. ഡോ, ഇനി അനാവശ്യം പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. തൻ്റെ ഈ നമ്പറും വെച്ച് അവസാനം അവിടെ വന്ന് പൊക്കിക്കോളും പോലീസ്. ഓ, മോൾക്ക് പോലീസുകാരൊക്കെ ആയി അത്രയ്ക്ക് പരിചയവാ? ഞാൻ കെട്ടാൻ പോകുന്ന ചെക്കനാ ഇവിടുത്തെ IPS ഓഫീസർ അനിരുദ്ധ്. എൻ്റെ ഏട്ടനോട് പറഞ്ഞാലുണ്ടല്ലോ ഈ നിമിഷം അവിടെ വന്ന് നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ എൻ്റെ മുന്നിൽ കൊണ്ടിടും. കാണണോ തനിക്ക്? സത്യത്തിൽ അനിരുദ്ധിന് ചിരിയാണ് വന്നത്. അവനെന്നറിയാതെ അവനെപ്പറ്റി തന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ട്. താൻ പേടിച്ചു പോയല്ലേ? മേലിൽ ഇനി എന്നെ വിളിച്ചു പോകരുത്. വിളിച്ച നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ? ഞാൻ നമ്പർ എൻ്റെ ഏട്ടൻ്റെ അങ്ങ് കൊടുക്കും. എന്നാൽ പിന്നെ വൈകിപ്പിക്കേണ്ട, ആരെയിലാണോ കൊടുക്കേണ്ടത് അവരിൽ തന്നെ കൊടുത്തോ. അത് കേട്ടതും അർച്ചന സൈലൻ്റായി. എന്തേ കൊടുക്കുന്നില്ലേ? വീണ്ടും അനക്കമില്ല. എടി പൊട്ടിക്കാളി, എന്നെ തല്ലാൻ എന്നെ തന്നെ ഏർപ്പാടാക്കും. എങ്കിൽ പോയി കൊടുക്കടി നമ്പർ. അത് കേട്ടതും അർച്ചന ഒന്ന് ഞെട്ടി. എന്നിട്ട് വീണ്ടും അവനോട് ചോദിച്ചു, എന്താ പറഞ്ഞേ? എന്താ മോള് കേട്ടില്ലേ ചേട്ടൻ പറഞ്ഞേ? എന്നാൽ മോൾക്ക് കേൾക്കാൻ കണക്കിന് ചേട്ടൻ ഒന്നുകൂടെ പറയാം. ഈ എന്നെ തല്ലാൻ മോൾ എന്നെ തന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ പോയി പറയാൻ. അർച്ചന കേട്ട വാക്കിലെ പതർച്ച മറിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്കറിയാമോ നിങ്ങളാണ് വിളിക്കുന്നെന്ന്. വിളിക്കുന്ന ആൾക്ക് പറഞ്ഞൂടെ ആരാ എന്താ എന്നൊക്കെ? ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഇനി വിളിക്കുമ്പോൾ അനിരുദ്ധാണ്, സംസാരിക്കാൻ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാം, പോരെ? അതിനവളൊന്ന് പുച്ഛിച്ചു. അല്ല, കുറച്ച് മുന്നേ അനിരുദ്ധേട്ടാന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ താനായോ? അത് ഞാൻ അനിരുദ്ധേട്ടൻ എന്നല്ല, അനിരുദ്ധ എച്ചി എന്നാ പറഞ്ഞേ. എടി പൊന്ന മോളെ, എച്ചി നിന്റെ തന്ത. അപ്പോൾ തന്നെ അർച്ചന ഫോൺ കട്ടാക്കി ബെഡിലേക്കിട്ടു. സ്വന്തം തന്തയെ പറയിപ്പിച്ചപ്പോൾ എന്താ സമാധാനം. അത്രയും പറയുമ്പോൾ അവന് വേണ്ടി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉതിർന്നു. അതുപോലെ തന്നെ അവൾ കോൾ കട്ടാക്കി പോകുമ്പോൾ അവൻ്റെ ചുണ്ടിലും അവൻ്റെ മനസ്സിൽ മൊത്തം അവൾ പറഞ്ഞ ആ വാക്കുകളായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഏട്ടൻ അനിരുദ്ധ്. അതോർക്കുമ്പോൾ വീണ്ടും അവൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരുന്നു. സഞ്ജയ് നേരെ റൂമിലേക്ക് വന്ന പാട് ബോധം മറയുവോളം കുടിച്ചിരുന്നു. ഇടയ്ക്ക് കണ്ണുകൾ തുറന്ന് ബെഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന തൻ്റെ അമ്മയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോ കണ്ടതും സഞ്ജയ് എത്തി അതവൻ്റെ കൈക്കുള്ളിലാക്കി. ഒരു നിമിഷം ആ ഫോട്ടോയിൽ തന്നെ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. അവസാനം അവൻ്റെ കണ്ണീരാൽ ആ ചിത്രം നനയാൻ തുടങ്ങിയതും ഒരു കരം കൊണ്ട് അവയെ ഒപ്പിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഞാൻ കണ്ടിരുന്നു അമ്മയുടെയും എൻ്റെയും ജീവിതം ഇങ്ങനെയാവാൻ കാരണക്കാരനായവനെ, എൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയെ. എൻ്റെ അമ്മയെ കൊന്നവന് ഈ ജന്മം മാപ്പില്ല. അയാൾക്കുള്ള മരണം അതെൻ്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ തീർക്കും. അതിനു മുന്നേ നഷ്ടപ്പെട്ടവൻ്റെ വേദന എന്തെന്ന് അയാൾ അറിയണം. കൊല്ലും ഞാൻ അയാളുടെ മകളെ. അവളുടെ മരണത്തിൽ അലമുറയിട്ട് എൻ്റെ കാൽ കീഴിൽ കിടന്ന് യാചിക്കുന്നവനെ എനിക്ക് കൺകുളിർക്കെ കാണണം. അതിനുശേഷം ഞാൻ നൽകും അയാൾക്കുള്ള മരണവും. അതും എൻ്റെ അമ്മയുറങ്ങുന്ന അതേ മണ്ണിൽ വെച്ച് തന്നെ ആയിരിക്കും. അപ്പോഴേക്കും ദേഷ്യത്താൽ അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഏറെ നേരത്തിനു ശേഷം അവൻ്റെ മനസ്സ് ശാന്തമായതും വീണ്ടും അമ്മയുടെ ചിത്രത്തിലേക്ക് നോക്കി. എനിക്ക് ജീവിക്കണം. അതിനുശേഷം അമ്മ ആഗ്രഹിച്ചൊരു മകനായി ജീവിക്കും. അതിന് അവൾ വേണം എൻ്റെ പല്ലവി.
അവൾ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പിന്നീടൊരു തെറ്റിലേക്ക് പോകില്ല. അവളിൽ എൻ്റെ അമ്മയുണ്ട്, ശരിക്കും അമ്മ തന്നെ, അതുപോലൊരു പാവം. അമ്മയുടെ അതേ നിഷ്കളങ്കതയാണ് അവൾക്ക്. അതാ എന്നെ അവളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചടുപ്പിക്കുന്നത്. അറിയാം ഇപ്പോൾ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന്, പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. എൻ്റെ ഈ ജീവിത അവസാനം വരെ അവൾ ഈ നെഞ്ചിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നും. എല്ലാ പ്രതികാരവും തീർത്ത് മടങ്ങുമ്പോൾ അവളും എൻ്റെ കരങ്ങൾക്കുള്ളിൽ ഭദ്രമായി ഉണ്ടായിരിക്കും. അത്രയും ഉറച്ച വിശ്വാസത്തോടെ ആ ഫോട്ടോയിൽ നോക്കി പറഞ്ഞിട്ട് വീണ്ടും അവൻ കണ്ണുകൾ പൂട്ടിക്കിടന്നു. പലതും കണക്ക് കൂട്ടിയും സ്വപ്നം കണ്ടു. അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഫുൾ കളിയും ചിരിയും ഒരു ബഹളവുമായിരുന്നു മിത്തുമോൾ. അവസാനം ഉറക്കത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങളിട്ട് ചിണുങ്ങിയും തുടങ്ങിയതും അവളെയും കൊണ്ട് പല്ലവി റൂമിലേക്ക് വന്നു. പല്ലവിയുടെ തോളിൽ കിടന്നുറങ്ങിയ മിത്തുമോളെ അവൾ ബെഡിൻ്റെ നടുക്കായി കിടത്തി നന്നായി പുതപ്പിച്ച ശേഷം തിരിഞ്ഞെണീറ്റതും മുന്നിൽ നിന്ന് കർണനെ ഇടിച്ചു നിന്നു അവൾ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് കൊണ്ട് തന്നെ രണ്ടുപേരും ഏറെ നേരം പരസ്പരം അവിടെ തന്നെ നോക്കി നിന്നു. പല്ലവിക്ക് അവനെ നോക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് അവളെ തന്നെ നഷ്ടമാകുന്നു എന്ന് തോന്നിയതും അവനിലെ നോട്ടം മാറ്റി സൈഡിലേക്ക് തിരിഞ്ഞു പോകാനാഞ്ഞതും അവളുടെ കരങ്ങളിൽ അവൻ്റെ കരം മുറുകുന്നതറിഞ്ഞു. ഒരു നിമിഷം അവനെയും അവൻ അവളിൽ പിടിച്ച അവൻ്റെ കരങ്ങളെയും മാറി മാറി നോക്കി. എന്നാൽ അതിനു മുന്നേ തന്നെ അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൾക്ക് ശരീരം മൊത്തം വിറയ്ക്കുന്നത് പോലെ തോന്നി. എന്നാൽ അവൻ അവളെ വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് നിർത്തിയ ശേഷം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അതവൾ സന്തോഷത്തോടെ കണ്ണടച്ചു തന്നെ ഏറ്റുവാങ്ങി. പിന്നെ അവളുടെ 2 കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. പിന്നെ അവളുടെ 2 കവിളുകളിലും ചുംബിച്ചപ്പോഴേക്കും അവളും അവനിൽ അടിമപ്പെട്ടിരുന്നു. അവളുടെ അതേ അവസ്ഥയായിരുന്നു അവനിലും. വീണ്ടും തൻ്റെ പെണ്ണിനെ ചുംബനത്താൽ മൂടാൻ അവനും അതിയായി ആഗ്രഹിച്ചു. പിന്നെ അവൻ അവളുടെ മുഖം കൈക്കൊമ്പിളിൽ കോരിയെടുത്തു. നെറ്റിയിലും കണ്ണിലും മൂക്കിൻ തുമ്പിലും കവിളിലുമെല്ലാം ഒന്നൊന്നായി ചുംബിക്കാൻ തുടങ്ങി. അവസാനം അവളുടെ ആ വിറയ്ക്കുന്ന ചുവന്ന ആദരങ്ങളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. അവയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർക്കാൻ വല്ലാത്ത ആവേശത്തോടെ. എന്നാൽ പല്ലവി കണ്ണുകൾ ഒരു വേള പോലും തുറക്കാതെ തന്നെ പൂട്ടി നിൽപ്പുണ്ടായിരുന്നു. ഏറെ നേരം കഴിഞ്ഞും അവനിൽ നിന്നും ചുംബനം ലഭിക്കാത്തതിൻ്റെ വിഷമത്തിൽ കണ്ണുകൾ പതുക്കെ തുറന്നു നോക്കിയതും അവളുടെ ചുണ്ടുകളിൽ അവൻ ആവേശത്തോടെ തന്നെ പതിപ്പിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ വികസിക്കുന്നതിനോടൊപ്പം അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു കൊരുത്തു വലിച്ചു. പിന്നെ അവനെ അവനിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളുടെ ഓരോ ഇതളുകൾ അവൻ നുണഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. ഇടയ്ക്ക് അവളെ ഒന്ന് മോചിപ്പിച്ചു എങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടെ വീണ്ടും അവളെ ചേർത്തു നിർത്തി അവളിൽ നിന്നും തേൻ നുകരാൻ തുടങ്ങി. ഒരു വേള അവന് വേണ്ടി അവളെ സമർപ്പിക്കാൻ അവളും തയ്യാറായി കഴിഞ്ഞിരുന്നു. ഏറെ നേരത്തിനു ശേഷം അവളെ അടർത്തി മാറ്റുമ്പോൾ അവനെ നോക്കാൻ കഴിയാതെ അവളും നെഞ്ചിൽ കരങ്ങൾ വെച്ച് കിതച്ചു പോയിരുന്നു. എന്നാൽ അവൻ്റെ വായിൽ നിന്ന് അവൾക്ക് നേരെ ഉതിർന്ന അനു എന്നെ നോക്കിയേ എന്ന ആ വിളി അവളിൽ നിറഞ്ഞ സന്തോഷത്തെ ഒരുപോലെ തളർത്തി കളഞ്ഞു. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകളും. അപ്പോൾ ഇപ്പോഴും അനു എന്ന് കരുതിയാണ് തന്നോട് അനുകമ്പ കാണിക്കുന്നതും. ഇപ്പോൾ തനിക്കായി തന്ന ചുംബനങ്ങൾ പോലും അനുവിന് അർഹതപ്പെട്ടതായിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നി. വീണ്ടും കണ്ണൻ എന്തോ പറയാൻ വന്നതും മിത്തുമോൾ ഉറക്കം ശരിയാവാതെ കണ്ണുകൾ തുറന്നു ചിണുങ്ങി. വീണ്ടും കണ്ണൻ്റെ വായിൽ നിന്നും അനു എന്ന പേര് കേട്ടതും അവൾ കർണനെ ഒന്ന് നോക്കി. എന്നിട്ട് നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു, ഞാൻ അനുവല്ല, പല്ലവി, പല്ലവിയാണ്. അത്രയും പറഞ്ഞ് മിത്തുമോളെയും കൊണ്ട് അവൾ അവിടെ നിന്ന് പോയിരുന്നു. പല്ലവി അന്നത്തെ ദിവസം പിന്നെ കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നിരുന്നില്ല. കണ്ണൻ അവൻ ചെയ്തത് തെറ്റായി എന്ന് തോന്നി. എത്രയൊക്കെ ആയാലും തൻ്റെ താലിക്കും സിന്ദൂരത്തിനും അവകാശിയായവളെ മറ്റൊരു പെണ്ണിൻ്റെ പേര് ചേർത്ത് വിളിക്കുന്നത് ഒരിക്കലും സഹിക്കില്ല ആരും. കണ്ണൻ ഏറെ നേരം അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അവളോട് ചെയ്തതിന് സോറി പറയാനും മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കാനും വേണ്ടി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞും അവളെ കാണാതെ വന്നപ്പോൾ അവൻ വേഗം റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോൾ ഫുള്ളിരിട്ടും നിശബ്ദയുമായിരുന്നു. ലൈറ്റിട്ട് അവിടെ ചുറ്റിനും പല്ലവിയെ നോക്കിയെങ്കിലും അവൾ അവിടെ ഇല്ലായിരുന്നു. അവസാനം അവൾ താമസിച്ചിരുന്ന മുൻപത്തെ റൂമിലേക്ക് വരുമ്പോൾ ഡോറ് ലോക്കല്ലായിരുന്നു. അവൻ ഡോറ് പതുക്കെ തുറന്നകത്തേക്ക് കയറി ലൈറ്റിട്ട് നോക്കുമ്പോൾ കണ്ടു മിത്തുമോളെയും ചേർത്ത് പിടിച്ചുറങ്ങുന്ന പല്ലവിയെ. ഒരുപാട് കരഞ്ഞതിൻ്റെ ഫലമായി അവളുടെ മുഖമെല്ലാം ചുവന്ന് നീര് വെച്ചിരിപ്പുണ്ടായിരുന്നു. അത് കാണും തോറും അവൻ്റെ മനസ്സിൽ വല്ലാത്ത പിടച്ചിൽ തോന്നി. ഏറെ നേരം മിത്തുമോളെയും പല്ലവിയെയും ഇമ വിട്ടാതെ നോക്കി നിന്ന ശേഷം
അവൾ രണ്ടാളെയും ഒന്നുകൂടി നന്നായി പുതപ്പിച്ച ശേഷം പഴയ പോലെ ഡോറ് ചാരിയിട്ട് അവൻ അവിടെ നിന്ന് പോയിരുന്നു. അവൻ പോയി കഴിഞ്ഞതും പല്ലവി കണ്ണുകൾ തുറന്ന് ബെഡിലേക്ക് എണീറ്റിരുന്നു. പിന്നെ കർണൻ ചാരിയിട്ട് പോയ അടഞ്ഞ വാതിലിനെ നോക്കി ഏറെ നേരം കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. രാവിലെ കർണൻ കഴിക്കാനിരിക്കുമ്പോൾ എല്ലാം അവന് മുഖം കൊടുക്കാതെ മാറി നടന്നു പല്ലവി. എന്നും അവന് ആഹാരം വിളമ്പി കൊടുക്കാൻ തിടുക്കം കാണിച്ചവൾ ഇന്നതെല്ലാം രേവതിയെ ഏൽപ്പിച്ച് മാറി നിന്നു. അത് കാണുമ്പോൾ ഒരേ സമയം അവന് സങ്കടവും ദേഷ്യവും വന്നു. കൊടുത്ത ആഹാരം നേരെ കഴിക്കാതെ കർണൻ അവിടെ നിന്നും എണീറ്റു. ഇതെന്താ, നീ ഒന്നും കഴിക്കാതെയാണോ എണീറ്റ് പോകുന്നേ? എനിക്ക് വിശപ്പില്ലമ്മേ. പോരാത്തതിന് ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിങ് കിടക്കുക, അത് ചെയ്തു തീർക്കണം. ഇപ്പോഴേ വൈകി, ഇനി റെഡിയായി ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റാവും. അതുകൊണ്ട് എനിക്ക് വേണ്ട. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ മുകളിലേക്ക് പോകുമ്പോൾ രേവതി അതെല്ലാം എടുത്തൊതുക്കാൻ തുടങ്ങി. പല്ലവി അവൻ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുമ്പോഴും വീണ്ടും അവളുടെ കണ്ണുകൾ അവനായി നിറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി കാറിൽ കയറിയിരിക്കുമ്പോഴും ദത്തൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ പോണോ മോനെ അവിടേക്ക്? പോണോ അമ്മേ, ഇനിയും വൈകിക്കൂടാ. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ ഞാൻ അനുവിനോട് കാണിക്കുന്ന നീതികേടായി പോകുമത്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ദേഷ്യമായിരിക്കും. ദേഷ്യത്തിൽ നിന്നെ അവൻ എന്തേലും ചെയ്യുമോ എന്നെൻ്റെ പേടി. ദേഷ്യം കാണാതെ അറിയാതെയാണെങ്കിലും നമ്മളും കാരണക്കാരല്ലേ അമ്മേ. അവൻ്റെ അച്ഛൻ്റെയും അനുവിൻ്റെയും മരണത്തിന് ഉത്തരവാദികൾ. അന്നൊരു പക്ഷേ സുപ്രിയയെ കണ്ണടച്ച് വിശ്വസിക്കാതെ ഇരുന്നുവെങ്കിൽ അനുവിന് അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ ഒരു നിമിഷത്തെ എടുത്ത് ചാട്ടം കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെ കൊല്ലാൻ തോന്നുക. എന്ത് പറഞ്ഞു എൻ്റെ മകനെ ആശ്വസിപ്പിക്കണമെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. തൻ്റെ മകൻ്റെ ഈ അവസ്ഥയ്ക്ക് പോലും ഒരു പരിധിവരെ കാരണക്കാരി താൻ തന്നെ ആയിരുന്നെന്ന് അവർക്ക് തോന്നി. സ്വന്തം ഭർത്താവിനെയും മകനെയും ഒക്കെക്കാൾ തൻ്റെ ഏട്ടനെയും മോളെയും സ്നേഹിക്കേണ്ടി വന്ന ഒരു പെങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ഓർക്കുമ്പോൾ തന്നെ അവരോട് സ്വയം വെറുപ്പ് തോന്നി. പിന്നെ ഇതിനെല്ലാം കാരണമായവരെ ഓർക്കുമ്പോൾ അവർക്കുള്ളിൽ ഒരു അഗ്നികുണ്ഡം ആളിക്കത്തി. സൂര്യയ്ക്ക് പനിയായതുകൊണ്ട് ഇന്നലെ തന്നെ ഇന്ന് ലീവാണെന്ന് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അർച്ചന അവൾക്ക് വേണ്ടി ലീവ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നീ പൊയ്ക്കോ, എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അർച്ചന ഫ്ലാറ്റ് ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ അടുത്തുള്ള ഫ്ലാറ്റിലെ ചേച്ചിയോട് സൂര്യ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാനും ഏൽപ്പിച്ചു. എന്തേലും ആവശ്യം വന്നാൽ അപ്പോൾ തന്നെ അവളെ വിളിക്കാനും. ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ സ്കൂൾ പിള്ളേരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. ആദ്യത്തെ ബസ് ഫുൾ സ്കൂൾ പിള്ളേരായിരുന്നു. അടുത്ത ബസ്സിലും അതേ അവസ്ഥ തന്നെ. സ്കൂൾ പിള്ളേരുടെ തിരക്കൊഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. എല്ലാം ജോലിക്ക് പോകുന്നവർ. അർച്ചന ബസ് വരുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ നട്ടു നിന്നതും മുന്നിലായി ഒരു പോലീസ് ജീപ്പ് വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അതിലിരിക്കുന്ന ആളെ അർച്ചനയ്ക്ക് മനസ്സിലായതും അവൾ അവനെ നോക്കാതെ കുറച്ചുകൂടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അപ്പോഴേക്കും അനിരുദ്ധ ജീപ്പ് കുറച്ചുകൂടെ അവൾക്ക് നിൽക്കുന്ന സൈഡിലേക്ക് നീക്കി നിർത്തി. മുഖത്തിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിയ ശേഷം അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, രാവിലെ തന്നെ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്കാ? അല്ല, ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാ. എന്തേ? കൂട്ടുകാരി വന്നില്ലേ ഇന്ന്? ഇല്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് സിനിമ കാണാൻ ഞാനും കൂടെ വരാം. ഓ, വേണമെന്നില്ല. അതെന്താ, വേറെ ആരെങ്കിലും വരുന്നുണ്ടോ കൂടെ? അതെ. ആര്? എൻ്റെ അച്ഛൻ. ഓ, നിൻ്റെ അച്ഛനും ഉണ്ടോ? എങ്കിൽ പിന്നെ ഞാനും വരാം. ഭാവി അമ്മായിയച്ഛനൊന്ന് പരിചയപ്പെടാലോ. ആരുടെ ഭാവി അമ്മായിയച്ഛൻ? എൻ്റെ ഭാവി അമ്മായിയച്ഛനെ പരിചയപ്പെടുന്ന കാര്യമാ പറഞ്ഞേ. നിങ്ങളുടെ ഭാവി അമ്മായിയച്ഛനെ പരിചയപ്പെടാൻ എനിക്കൊപ്പം വരുന്നത് എന്തിനാ? നിന്നെ ഞാൻ കെട്ടുമ്പോൾ നിന്റെ തന്ത എൻ്റെ അമ്മായിയച്ഛനായില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അധികം നിങ്ങൾ ഉദ്ദേശിക്കണ്ട, അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാ. അങ്ങനെ നടന്നാലോ? നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നടക്കില്ല. കാരണം നിങ്ങളെ കെട്ടുന്നതിനേക്കാൾ ഞാൻ വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതാ. ഇത് റോഡായിപ്പോയി. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. പിന്നെ ഒന്ന് പോടോ. ഡി കുറച്ച് നിന്നോട് മയത്തിൽ സംസാരിക്കുന്നെന്ന് കരുതി എടോ പോടോന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, പിന്നെ നിന്റെ കാരണത്ത് കൈയെടുക്കാൻ എനിക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തൽക്കാലം ചേട്ടന് ദേഷ്യം കാറ്റാതെ മോള് വണ്ടിയിൽ കയറാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കയറില്ല നിങ്ങളുടെ ഈ പാട്ട വണ്ടിയിൽ. അത്രക്കായോ? എങ്കിൽ നിന്നെ ഇതിൽ കയറ്റിയിട്ടേ കാര്യമുള്ളൂ. അത്രയും പറഞ്ഞ് ഡോറ് തുറന്ന് അവൾക്കടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം വിളിക്കും, രണ്ടാമത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരല്ലേ. വന്ന നീ നാറും. അതുകൊണ്ട് പൊന്നുമോള് വന്ന് വണ്ടിയിൽ കയറ്. എന്നാൽ അർച്ചന അവനെ നോക്കാതെ അവിടെ തന്നെ നിന്നു. വീണ്ടും അവൻ ഒന്നുകൂടെ പറഞ്ഞു. അപ്പോഴും അവൾക്ക് മാറ്റമില്ല. അവസാനം സഹികെട്ട ഒറ്റ അലർച്ചയായിരുന്നു അവൻ.
അതിലവളൊന്ന് ഞെട്ടി. നിന്നോടല്ലടി പൊന്ന മോളെ വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞേ. ഇനിയും വന്ന് കയറിയില്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കൂട്ടിയെടുത്ത് ഡിക്കിയിലിട്ട് കൊണ്ടുപോകും ഞാൻ. ഇപ്രാവശ്യം അവൻ്റെ സ്വരം ഉച്ചത്തിലായതുകൊണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി. കൂട്ടത്തിലൊരു സ്ത്രീ അവർക്കടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ സർ പ്രശ്നം? ഈ പെണ്ണെന്തേലും ഒപ്പിച്ചോ? അർച്ചന അവരെ കൂർപ്പിച്ചു നോക്കി. ഏയ് നത്തിങ്, ഇത് ചെറിയൊരു ഫാമിലി പ്രശ്നം. അപ്പോഴേക്കും അവർ അവനെ നോക്കി ചിരിച്ചിട്ട് മാറി നിന്നു. അനിരുദ്ധ അവൾക്കടുത്തേക്കായി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, കണ്ടല്ലോ, ആൾക്കാരൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നേ. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറുന്നതാ നിന്റെ നല്ലത്. അർച്ചന അവരെ നോക്കി പെറുപെറുത്ത ശേഷം പോയി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവനും വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയിരുന്നു.